ഹലോ, ഇന്നൊരു ബീഫ് കറീൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതായത് ഇന്ന് രാവിലെ സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ നമ്മൾ ബീഫ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഒരു ബീഫ് കറി ഞാൻ വെക്കുന്നതിൻ്റെ റെസിപ്പി ഞാൻ ഷമീസ് കിച്ചൺ എന്ന് പറഞ്ഞിട്ടുള്ള യൂട്യൂബ് ചാനലിൽ നോക്കിയിട്ട് അതുപോലെയാണ് ഞാൻ വെച്ചിട്ടുള്ളത്. അപ്പം നമ്മളിത് സിമ്പിളാണ്. അതായത് വേറെ വേറെ പാത്രത്തേക്ക് ഇപ്പം ബീഫ് അതിൽ നിന്ന് വേവിച്ചിട്ട് പിന്നെ അത് വേറെ പാത്രത്തിലേക്ക് ഇടുക, അങ്ങനെയൊന്നും നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒരു കുക്കർ കൊണ്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തെടുക്കുന്ന പോലത്തെ ഒരു റെസിപ്പിയാണിത്. അതായത് ഇതിനൊരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിതിൽ മല്ലിയും മുളകും ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. ഇപ്പം മുഴുവനായിട്ട് കിട്ടുന്ന മല്ലിയും മുളകും ആണെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. എനിക്കതില്ലാത്തത് കൊണ്ട് തന്നെ ഞാനിവിടെ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടിയും കൂടി കൂടിയിട്ടിട്ട് വഴറ്റി വറുത്തെടുത്തിക്കുകയാണ് ചെയ്തത്. നല്ലൊരു പച്ചമണമൊക്കെ മാറി നല്ലൊരു മണം വരുന്നത് വരെ ഞാനത് വഴറ്റിയിരുന്നു. അത് കഴിഞ്ഞ് അടുത്ത അടുപ്പിൽ ഞാൻ നമ്മൾ സാധാരണ കറിയൊക്കെ ഉണ്ടാക്കണ പോലെ എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് അതിൽ ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് സവാള ഇട്ട് തക്കാളി ഇട്ട് നന്നായിട്ട് വഴറ്റിയിട്ട് അതൊന്ന് നല്ല രീതിയിൽ സോഫ്റ്റ് ആകുമ്പോഴത്തേക്ക് ഞാൻ ഈ ഒരു മസാലപ്പൊടി അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഈ ഒരു ബീഫും കൂടി ഇട്ട് പിന്നെ ഉപ്പും ഇട്ട് കറിവേപ്പില ഇട്ടിട്ട് നമ്മൾ ഇളക്കിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേഗം വയ്ക്കുകയാണ് ചെയ്തത്. ഒരു 7-8 വിസിലാവോളം ഞാൻ വേഗം വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം കുഞ്ഞും കൂടിയൊക്കെ തിന്നാനുള്ളത് കൊണ്ട് നല്ല രീതിയിൽ വെന്തിട്ട് ഞാൻ എടുക്കാറുള്ളൂ. അപ്പം ഈ ഒരു വെള്ളവും കാര്യങ്ങളൊക്കെ പാകത്തിന് വയ്ക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു വിസിൽ കഴിഞ്ഞിട്ട് 8ാമത്തെ വിസിൽ കഴിഞ്ഞ് നമ്മളിവിടെ തുറക്കുമ്പോഴത്തേക്ക് നമ്മുടെ ബീഫ് റോസ്റ്റ് എന്നും പറയാൻ പറ്റില്ല, കറി എന്നും പറയാൻ പറ്റില്ല, ഒരു കുറുകിയ പാകത്തിലുള്ള നമ്മുടെ കറി ഇവിടെ റെഡി ആയി കിട്ടും. ഇന്ന് പച്ചക്കറിയൊക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിലും നമ്മൾ ഈ ഒരു നോൺ വെജ് ഉള്ള സമയത്ത് ആർക്കും പച്ചക്കറിനോടൊന്നും വലിയ താല്പര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഉണ്ടാക്കാൻ നിന്നിട്ടില്ല. ഒരു 8 വിസിലൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മുടെ ബീഫ് ഇവിടെ നല്ല രീതിയിൽ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയാൽ ഒരു വട്ടം ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. നല്ല രീതിയിൽ നമുക്ക് നല്ല ഇഷ്ടപ്പെടും. എന്തിനും കൂടെ നമുക്ക് രാവിലെ ഫുഡ് ഉണ്ടാക്കുകയാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ലഞ്ചിൻ്റെ കൂടെയൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റും. നമുക്ക് കറിയൊക്കെ ആയി കഴിഞ്ഞ് ഞാൻ മോളെ കുളിപ്പിച്ച് ഞാനൊന്ന് കുളിച്ച് കഴിഞ്ഞ് വന്നിട്ടാണ് നമ്മൾ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി പോകണത്. അപ്പോൾ ഞാൻ കുളി കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ മോള് ജനലിൻ്റെ അവിടെ നിന്ന് അപ്പുറത്തെ വീട്ടിലെ പട്ടീനോടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കുട്ടിക്ക് പട്ടീനെ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. ഒരു പൂടയൊക്കെ പിടിച്ചിട്ടൊരു വെള്ള കളറിലൊരു പട്ടിയാണ്. അപ്പോൾ അതിനോടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ അവൾക്ക് ചോറ് കൊടുത്തു. അവൾ ചോറിന് കഴിഞ്ഞിട്ടാണ് ഞാൻ കഴിക്കുന്നത്. ഇന്ന് ഹസ്ബൻഡ് വീട്ടിലുണ്ടായിരുന്നില്ല. ഹസ്ബൻഡിൻ്റെ അമ്മയുടെ അച്ഛൻ മരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഹസ്ബൻഡ് അവിടേക്കൊക്കെ പോയതായിരുന്നു. എന്നിട്ട് ഞാൻ ഫുഡ് കഴിക്കുകയായിരുന്നു. ഞാൻ ഫുഡ് കഴിക്കുന്നതിൻ്റെ കൂടെ അവളും വന്നിരുന്നിട്ടുണ്ടായിരുന്നു. അവൾക്കും ഞാൻ വാരി കൊടുക്കുന്നുണ്ടായിരുന്നു. ഫുഡൊക്കെ കഴിച്ചു. എനിക്ക് കുറച്ച് എരിവൊക്കെ കൂടുതൽ വേണ്ട ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു പച്ചമുളകും കാര്യങ്ങളൊക്കെ അരിഞ്ഞിട്ട് അതും കൂടി കൂട്ടിയിട്ടാണ് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നത്. കൂടെ മോളും ഇരുന്നിട്ടുണ്ടായിരുന്നു. അവൾക്കും ഞാൻ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.